സൗദിയിൽ വന്നിട്ട് 5-6 കൊല്ലമായെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ചിലവിൽ ആദ്യമായിട്ടാണ് ഷോപ്പിങ്ങിന് പോണേ. അതുകൊണ്ട് തന്നെ ഇന്നലെ ഹോസ്റ്റലിലാണ് നിന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റുള്ള കോപ്രായങ്ങളാണിത്. എന്ത് ചെയ്തിട്ട് ഒരു മെന്നെ അങ്ങടാവണില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടേന്ന്. 5:30 വരാമെന്ന് പറഞ്ഞ ഡ്രൈവർ 6:30 ആയപ്പോഴാണ് കയറി വന്നത്. വാട്ടേ പങ്ക്ച്വാലിറ്റി. ഞങ്ങളൊരു 8 പേര് കൂടിയിട്ടാണ് ഇവിടെ നിന്ന് ബുറൈദയ്ക്ക് ഷോപ്പിംഗ് പോകുന്നത്. 8 പേരുണ്ടെങ്കിലേ വണ്ടി തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. ഇവിടെ നിന്ന് ബുറൈദിലേക്ക് 2-2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഞങ്ങളുടെ പ്ലേസിൽ നിന്ന് ടാക്സികൾ അങ്ങനെ കുറവാണ്. പിന്നെ ഒരു 300-500 റിയാലൊക്കെ കൊടുത്താലാണ് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. 6:30 ഇറങ്ങി ഞങ്ങൾ 8:30-8:45 ആയപ്പോഴാണ് ബുറൈദ എത്തിയത്. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പം ഞങ്ങൾ നേരെ ഈ ഹോട്ടലിലേക്ക് അങ്ങോട്ട് കയറി. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഒരു കാലി ചായ കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. എല്ലാവരും മസാല ദോശയും പൂരിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്തോനേഷ്യക്കാരിനെ കൊണ്ട് ഞങ്ങൾ പൂരിയും ബാജിയും കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കത് ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയത് സിറ്റി ഫ്ലവറിലൊക്കെയാണ്. ഇവിടെ കൂടുതൽ ഷോപ്പും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. മുമ്പുള്ള സീനിയേഴ്സ് എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ആ കടകളിലാണ് ഞങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഷോപ്പാണ് ഇത്. ഇവിടെ എല്ലാവരും മലയാളികളാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോയി. കാശുള്ള ആൾക്കാർ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നു, അല്ലാതെ ഞങ്ങൾ വെറുതെ വായി നോക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ 2-3 വെവ്വേറെ കടയിലും കാര്യങ്ങളൊക്കെ കയറി നോക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സമയം 12 മണി. അടുത്ത വിശപ്പിൻ്റെ വിളി വരുന്നതിന് മുമ്പ് ഒരു ജ്യൂസ് കുടിച്ചേക്കാം. അങ്ങനെ അവിടെ കയറി ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. ഇനി വേറെ ഒന്നുമില്ല, നേരെ നെക്സ്റ്റ് പിടിക്കാം. ഞങ്ങളിൽ 8 പേരിൽ 6 പേർക്കും ഈവനിങ് ഡ്യൂട്ടി ഉള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ചെന്നിട്ട് വേണം ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട്. കൊല്ലത്തിൽ 1-2 പ്രാവശ്യമുള്ള പർച്ചേസാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും ഇതേപോലെ തന്നെയാണ്. കാശലവും ഡ്യൂട്ടിയും പിന്നെ ദൂരക്കൂടലും ഇതെല്ലാം കാരണമാണ് ഈ 1-2 പ്രാവശ്യമായിട്ട് കുറയ്ക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങണതിന് കുഴപ്പം ഇല്ലല്ലോ അല്ലേ? പക്ഷേ ഇതേപോലെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലും അടിച്ച് ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റിയപ്പോഴുള്ള അവസ്ഥയാണ്. രാവിലെ അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്ന വണ്ടിയാണ് ഈ പരുവത്തിലായത്. മനസ്സിലായല്ലോ ഒരു കൊല്ലത്തേക്കുള്ള ഷോപ്പിംഗ് ആണെന്ന്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ അങ്ങ് ഇരുന്നു. ഇതും പോരാഞ്ഞിട്ട് ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ഞങ്ങൾ ഫുഡും വാങ്ങിയിട്ടാണ് പോകാമെന്ന്. അവിടെ നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്ഥലം പോലും ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും അതേതാ ഈ കുഗ്രാമെന്ന്. അതൊരു സസ്പെൻസും പ്രൈവസിയൊക്കെ ആയിട്ടിരിക്കട്ടെ. ഞാനുള്ളത് കാസിം റീജിയനിലാണ്. അങ്ങനെ 6:30 ഇറങ്ങിയ ഞങ്ങൾ സമയം രാത്രി 8 മണിയായപ്പോഴാണ് എത്തിയത്. 3:30 ആയപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങിയായിരുന്നു. ഇത്ര നേരം ഞങ്ങളുടെ മോർണിംഗ് സ്റ്റാഫാണ് ഞങ്ങൾക്ക് വേണ്ടി കവർ ചെയ്തത്. നേരെ ചെന്നു, യൂണിഫോം ഇട്ടു, ഡ്യൂട്ടിക്ക് പോയി. രാത്രി 12 മണി വരെ ഡ്യൂട്ടി. ഇതാണ് ഞങ്ങളുടെ ഷോപ്പിംഗ്. അപ്പോൾ ശരി ട്ടാ.